വിളിക്ക്. നിന്റെ റിസൾട്ട് എന്തായി? എനിക്ക് ഫുൾ എ പ്ലസ് ആടി. നിന്റെ റിസൾട്ട് നോക്കിയോ? എത്ര എ പ്ലസ് ഉണ്ട്? ഇല്ല, നോക്കിയില്ല, നോക്കാൻ പോവാ. അപ്പൊ ഒരു മിനിറ്റടാ, നിന്റെ റിസൾട്ട് എന്തായി? എനിക്ക് ഫുൾ എ പ്ലസ് ആടി. ഞങ്ങളാണ് ടൂറിന് പോവാ. എല്ലാവർക്കും ഫുൾ എ പ്ലസ്. അയ്യോ, അമ്മ ഇതറിഞ്ഞാൽ. ഈ വെട്ടങ്ങാനും നിനക്ക് ഫുൾ എ പ്ലസ് ഇല്ലെങ്കിൽ എന്റെ കൂടെ വർക്ക് ചെയ്യുന്നതിന് മുൻപിൽ എന്റെ സ്റ്റാറ്റസ് എന്താകും? ഇപ്രാവശ്യങ്ങാനും നിനക്ക് മാർക്ക് കുറഞ്ഞാൽ അച്ഛനറിഞ്ഞ എന്നെ കൊല്ലും. കഴിഞ്ഞ പ്രാവശ്യം മാർക്ക് കുറഞ്ഞെന്ന് പറഞ്ഞ് എന്റെ ഈ കാലിന് ചട്ടം വെച്ച് പൊള്ളിച്ചു. 3 ദിവസം ഞാൻ പനിച്ചു വിറച്ചു കിടന്നത്. ഇവിടെ വാടി, ഇവിടെ വരാൻ. മോഡൽ എക്സാമിന് ഇതാണ് മാർക്കെങ്കിൽ നിനക്ക് എങ്ങനെ ഫുൾ എ പ്ലസ് കിട്ടാനാ? മോളി ലോകത്തിലെ ചൂടെന്നറിയ. പാട്ടിലെ മോളൊക്കെ എനിക്ക് 1ാം സ്ഥാനം നിർത്തടി. അവളൊരു പാട്ട് മോണായിട്ട് ഫുൾ എ പ്ലസ്, അതിൽ കുറഞ്ഞത് 1 വാങ്ങി. മോളി വീടിന്റെ ഗേറ്റ് കിടക്കല്ലേ, കേട്ടോടി? വീട്ടിൽ ചെന്ന അമ്മ പട്ടിണിക്കിടും, അച്ഛനാണെ ചട്ടുക വെച്ച് പൊള്ളിക്കും. മോളെ, നിന്റെ റിസൾട്ട് എന്തായി? എത്ര എ പ്ലസ് ഉണ്ട്? അതൊക്കെ പോട്ടെ, എന്തൊക്കെ പറഞ്ഞാലും കഴിഞ്ഞ വർഷത്തെ കലോത്സവത്തിൽ നിന്റെ മോണാൻ എക്സലന്റ്. അതൊന്ന് കാട്ടിയേ. മോണാക്കിന്റെ ടീച്ചറെ ഇപ്പൊ കാണിക്കാം. ഞാൻ രാവണൻ, ലങ്കാധിപൻ, സർവസംഹാര ശക്തിയും കൈമുതലായവൻ. ഞാൻ എല്ലാ രാജാക്കന്മാർക്കുമായി ഒരു ഉപദേശം തരാം. ഏതൊരു മംഗളകരമായ പ്രവൃത്തിയും എത്രയും വേഗം പൂർത്തിയാക്കുകയും അസുഖകരമായ പ്രവൃത്തികൾ കഴിയുന്നത്ര വൈകിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അല്ലയോ ലങ്കാധിപ? ഇത്രയും ബുദ്ധിയും വിവേകവുമുള്ള അങ്ങ് എന്തിനാണ് മറ്റൊരാളുടെ പത്നിയെ ഈ ഉദ്യാനത്തിൽ തടവിലാക്കിയിരിക്കുന്നത്? ലങ്കാലക്ഷ്മി, ലങ്കയുടെ കാവൽക്കാരി. നീ ആരാണ്? എന്തിനു വന്നോ? കള്ളനാണോ? നിനക്ക് എത്രയും ധൈര്യമോ? ഏതായുമേ ശ്രീരാമ ദൗത്യവുമായി വരുന്നൊരു കവിശ്രേഷ്ഠൻ അടികൊള്ളുമ്പോൾ ഈ ലങ്കാവാസം അവസാനിപ്പിക്കണമെന്നാണ്. രാവണ, നിന്റെ നാശപ്പെടുത്തിരിക്കുന്നു, ലങ്കയുടെ നാശപ്പെടുത്തിരിക്കുന്നു. അവൻ വരട്ടെ, നമ്മോട് യുദ്ധം ചെയ്ത് സീതയെ സ്വന്തമാക്കട്ടെ, സ്വന്തമാക്കട്ടെ, സ്വന്താകട്ടെ, സ്വന്താകട്ടെ. അല്ല ടീച്ചറെ, അല്ല, ഞാൻ അവരെ സ്വന്തമല്ല. അതുകൊണ്ടല്ലേ ടീച്ചർ അവരെന്നെ ഇത്രയും തന്നത്? എന്താ ടീച്ചറെ, കൂടെ ജീവിക്കണ്ടേ? മോള് വിഷമിക്കാതെ, ഞാൻ മോള് രക്ഷിതാക്കളോട് സംസാരിക്കാം. വേണ്ട ടീച്ചറെ, വേണ്ട. എന്റെ തല പെരുക്കുന്നു. ഞാൻ എങ്ങോട്ടേക്ക് പോവാ? என்னடி, எதுக்கடி இந்த மாதிரி சங்கடப்படுற? அழாத, உங்களுக்கு நான் இருக்கேன்டி. நீ சோப்பேட் சாப்பிடு, எல்லாமே சரியாகும். காசக்க பின்ன தந்தா மதி, அப்ப பின்ன பார்க்கலாம். എനിക്ക് അച്ഛനെ വേണ്ട, അമ്മയും വേണ്ട, എനിക്ക് കയറി. നിങ്ങൾക്കറിയോ, എനിക്കും ഉണ്ടായിരുന്നു ഒരുപാട് സ്വപ്നങ്ങൾ. അതൊക്കെ തകർത്തത് നിങ്ങളാണ്. ഈ സമൂഹമാണ്. എല്ലാം തീരാൻ പോവാ. ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. തോൽവിയുടെ പേര് പറഞ്ഞ് നിങ്ങൾ കുട്ടികളെ ഒറ്റപ്പെടുത്തുമ്പോൾ അവർ ചെന്നെത്തുന്നത് ലഹരി മാഫിയുടെ കൈകളിലേക്കോ അതല്ലെങ്കിൽ ഇതുപോലെ മരണത്തിലേക്കോ ആയിരിക്കും. അങ്ങനെയുള്ള ഒരു തോളിൽ തട്ടി 2 വാക്ക്, പോട്ടെ, സാരമില്ല. ഈ ലോകം അക്കാദമിക് വിജയങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല. വിവിധ തരം കഴിവുകളെ അംഗീകരിക്കാനും പ്രോത്സാഹിപ്പിക്കാനുമുള്ള മനസ്സ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.